ചെറുപ്പത്തിൽ നമ്മൾ കേൾക്കുന്ന കഥകളിൽ ബഹുഭൂരിപക്ഷം പുരാണ കഥകളാണ്. നമ്മുടെ അമ്മൂമ്മയും ഒക്കെ പറഞ്ഞു തരുന്നത് പുരാണ കഥകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പൂമ്പാറ്റയും പുഴുവും ആമയും മുയലും പശുവും ആടും എല്ലാം കഥാപാത്രങ്ങളാകുന്ന കൊച്ചു കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. കഥാപാത്രങ്ങൾ എന്തായാലും എല്ലാ കഥയിലും ഒരുപാട് അറിവുകൾ, ഒരുപാട് ജീവിത ദർശനങ്ങൾ നമുക്ക് മാറ്റാൻ വേണ്ടി പല കാലത്ത് ലഭിച്ചിട്ടുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഒരു പെട്ടെന്നൊരു കഥ എടുത്ത് പറയാൻ പറഞ്ഞ് ഞാൻ അത്ഭുതപ്പെടും. കാരണം അത്രയധികം കഥകൾ, വിക്രമാദിത്യനും വേതാളവും ആമയും മുയലും ഓടിയ കഥയും നീലക്കുറുക്കൻ്റെ കഥയും മണ്ണാങ്കട്ടയുടെയും കരിയിലെയും കഥയും തയ്യൽക്കാരനും ആനയും സൂചി കൂത്തിയ കഥയും, ഇങ്ങനെ ചിന്തിച്ചാൽ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് കഥകളുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഇന്ന് ആരാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത് പോലും ഇന്നലെ കേട്ട കഥകളിലൂടെയാണ്. നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തകളും, നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ സംഭവങ്ങളും, നമ്മളറിയുന്ന ഓരോ കാര്യങ്ങളും ഒന്ന് ചികഞ്ഞ് ചിന്തിച്ചാൽ അവയെല്ലാം കഥകളാണ്. ഈ ലോകത്ത് 600 കോടിയിലധികം മനുഷ്യർ താമസിക്കുന്നു എന്നാണ് പറയുന്നത്. 600 കോടി മനുഷ്യരുണ്ടെങ്കിൽ ഈ ലോകത്ത് 600 കോടി കഥകളുമുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതം ഒരു കഥയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ. കഴിഞ്ഞുപോയവർ, വരാനിരിക്കുന്നവർ, അങ്ങനെ കഥകൾ കൊണ്ട് സമ്പന്നമായ, കഥകളാൽ തിങ്ങി നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞത്. കൊണ്ടും കൊടുത്തും പറഞ്ഞും കേട്ടും നാം പരസ്പരം ഒരു കാലഘട്ടം വരെ കഥകൾ കൈമാറിയിരുന്നു. കഥകളിലൂടെ കൈമാറിയിരുന്നത് രസങ്ങൾ മാത്രമല്ല, അനുഭവങ്ങൾ മാത്രമല്ല, ഒരുപാട് നല്ല ആശയങ്ങളാണ്. പിന്നീടെന്നോ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെയും മറ്റു കാര്യങ്ങളുടെയും എല്ലാം തള്ളിക്കയറ്റത്തിൽ കഥ പറയാനും പറഞ്ഞത് കേൾക്കാനും, ഇത് രണ്ടുമില്ലെങ്കിൽ അതെടുത്തു വെച്ച് വായിക്കുവാനുമുള്ള മനുഷ്യൻ്റെ സമയം കുറഞ്ഞു. സമയം കുറഞ്ഞപ്പോൾ അതിൻ്റെ കഥകളിലേക്കുള്ള നമ്മുടെ അറിവും കുറഞ്ഞു. ഇവിടെ DC ബുക്സ് ഒരു വലിയ സംരംഭം, വിശ്വസാഹിത്യത്തിലെ, ഞാൻ ആദ്യം പറഞ്ഞതില്ലേ, ലോകം മുഴുവനുള്ള കഥയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുപാട് കഥകൾ, ഒരുപാട് റിസർച്ച് നടത്തി തിരഞ്ഞെടുക്കപ്പെട്ട കഥകൾ 12,000 പേജുകളിലായി 12 വോളിയങ്ങളിലായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അതിലെ ഒരുപാട് കഥകൾ നമുക്കറിവുള്ളതാകാം, നമുക്കറിയാത്ത അതിലെത്രയോ കഥകൾ അതിലുണ്ടാകാം. എങ്ങനെയെല്ലാം ചിന്തിച്ചാലും ഈ ഉദ്യമം ഒരു വലിയ നേട്ടമാണ്. ഈ ഉദ്യമം നാളെ വലിയ ഒരു കഥയായി മാറേണ്ട ചരിത്രമാണ്. ഭാഷ ഉള്ളിടത്തോളം, സംവേദനങ്ങൾ നടക്കുന്നിടത്തോളം കാലം കഥകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ നല്ല കഥകൾ, അല്ലെങ്കിൽ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട കഥകൾ, തലമുറകളോളം കൈമാറേണ്ട കഥകളാണ് എപ്പോഴും സൂക്ഷിക്കപ്പെടേണ്ടതും പുസ്തകമാകേണ്ടതും ഇറങ്ങേണ്ടതുമെല്ലാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കഥ ഇല്ലാതായാൽ കഥ കഴിഞ്ഞു.